നമസ്കാരം. ബംഗ്ലാദേശിൽ ആൾക്കൂട്ടം കൊല ചെയ്ത മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക ജിഹാദികൾ കൊന്നു തള്ളിയ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിന് വേണ്ടി ആ ഹിന്ദു യുവാവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകമെമ്പാടും ഇപ്പോൾ പ്രതിഷേധം ഇരമ്പുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ആക്രമണം, വലിയ പീഡനം, ഇതിനെതിരെ നേപ്പാളിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിലാണ്, ദില്ലിയിൽ വലിയ പ്രതിഷേധം, പടുകൂറ്റൻ റാലി തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ഇരകളാക്കുന്നതിനെതിരെ, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിക്കുന്നതിനെതിരെ, അവരെ ചുട്ടുകൊല്ലുന്നതിനെതിരെ, അവരുടെ വീടുകൾ കൊള്ളയടിക്കുന്നതിനെതിരെ, അവരുടെ സഹോദരിമാരെയും അമ്മമാരെയും ബലാത്സംഗം ചെയ്യുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ന് ദില്ലിയിൽ അണപൊട്ടിയത്. ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിന് മുന്നിലാണ് 10,000 പങ്കെടുത്ത മാർച്ച് നടന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ ദളിൻ്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് ദില്ലിയിൽ വലിയ പ്രതിഷേധം ആർത്തിരമ്പിയത്. ആ പ്രതിഷേധം അക്രമാസക്തമായി. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിനകത്തേക്ക് പ്രക്ഷോഭകാരികൾ തള്ളിക്കടക്കാൻ ശ്രമിച്ചു. അത് പോലീസ് തടയുന്നു. ആ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. ബംഗ്ലാദേശിനെതിരെ കടുത്ത അമർഷമാണ് ഈ പ്രതിഷേധത്തിനിടെ ഉയർന്നത്. ബംഗ്ലാദേശിനെതിരെ മുദ്രാവാക്യം വിളികളുണ്ടായി. ബംഗ്ലാദേശിൻ്റെ പതാക കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്ന് ദില്ലിയിൽ ഉണ്ടായത്. ദീപു ചന്ദ്രദാസ് എന്ന പാവപ്പെട്ട ഹിന്ദു യുവാവിനെയാണ് മതനിന്ദ ആരോപിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ ചുട്ടുകൊന്നത്. ഇദ്ദേഹത്തെ, അതായത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനുമായി, ഒരു മുസ്ലിം സഹപ്രവർത്തകനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കം ഒരു ഉന്തലും തള്ളലിലും അവസാനിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന സഹപ്രവർത്തകൻ, മുസ്ലിം സഹപ്രവർത്തകൻ ദീപു ചന്ദ്രദാസ് ഈ തർക്കത്തിനിടയിൽ പ്രവാചകനെ അപമാനിച്ചു, മതനിന്ദ നടത്തി എന്ന് ആരോപിക്കുന്നു. ആ ആരോപണം വരുന്നതോടുകൂടി അവിടെ വലിയ സംഘർഷമുണ്ടാകുന്നു. പോലീസ് ഇടപെടുന്നു. അവസാനം പോലീസ് അധികൃതർ തന്നെ ഈ ആൾക്കൂട്ടത്തിന് ഇയാളെ കൈമാറുകയായിരുന്നു. ആൾക്കൂട്ടം ഇയാളെ ഒരു മരത്തിൽ കെട്ടിയിടുകയും അവിടെ വെച്ച് തീ കൊളുത്തി കൊല്ലുകയുമാണ് ചെയ്തത്. അത്രമാത്രം ക്രൂരമായിട്ടാണ് ആ കൊലപാതകം അവിടെ അരങ്ങേറിയത്. മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഹിന്ദുവായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ, ബംഗ്ലാദേശിലെ ഒരു മതന്യൂനപക്ഷമായിരുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്, അതായത് ദീപു ചന്ദ്രദാസിന് അവിടെ കൊല്ലപ്പെടേണ്ടി വരുന്നു. അദ്ദേഹം അതിദാരുണമായ കൊലപാതകത്തിന് ഇരയായി മാറുന്ന കാഴ്ചയാണ് ഈ ലോകം കണ്ടത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഇന്ന് ദില്ലിയിൽ ഉണ്ടാകുന്നത്. ദില്ലിയിൽ മാത്രമല്ല, കൊൽക്കത്തയിലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പശ്ചിമ ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ബംഗ്ലാദേശിൻ്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ ഓഫീസറായ കോൺസുലേറ്റിലേക്കാണ് ഈ പ്രതിഷേധ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധ പ്രകടനത്തിന് നേരെ അതിരൂക്ഷമായ പോലീസ് ലാത്തിചാർജ് ഉണ്ടായി എന്നുള്ളതാണ് കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൃഗീയമായി ഈ പ്രതിഷേധ പ്രകടനങ്ങളെ അടിച്ചമർത്താൻ മമതാ ബാനർജി സർക്കാർ ശ്രമിക്കുന്നു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. തല പൊട്ടി, മൂക്ക് പൊട്ടി, ചോരയൊലിക്കുന്ന ധാരാളം പ്രവർത്തകരെ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകരെ നമുക്കിന്ന് കൊൽക്കത്തയിലെ തെരുവീഥികളിൽ കാണാൻ കഴിയുമായിരുന്നു. ക്രൂരമായ ഒരു കൊലപാതകത്തിനെതിരെ മനുഷ്യത്വപരമായ പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തിയ യുവജനങ്ങൾക്ക് നേരെയാണ് മമതാ ബാനർജി സർക്കാർ ഇന്ന് വലിയ അതിക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിലടക്കം ഇന്ന് വൈകുന്നേരം പലയിടങ്ങളിലും പ്രതിഷേധ മാർച്ചുകളും പ്രതിഷേധ പരിപാടികളുമുണ്ട്. രാജ്യം മുഴുവൻ ഒന്നടങ്കം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഉന്നമനത്തിനായി, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമണങ്ങൾക്ക് എതിരായി ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം അവിടെ നടന്നു വരുന്ന ഭരണം, ആ ഭരണത്തിന് എതിരെയായിട്ടാണ് ഹിന്ദുക്കൾ സംഘടിച്ചത്. ആ ഹിന്ദുക്കൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ബംഗ്ലാദേശിൽ തന്നെ ഹിന്ദുക്കൾ സംഘടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. അതോടുകൂടി താൽക്കാലികമായി പ്രത്യക്ഷമായ ആക്രമണങ്ങൾ നിലച്ചതായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. നിന്ദ ആരോപിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുക. ഈ കൊലപാതകത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ ബംഗ്ലാദേശിലെ പോലീസ് തയ്യാറായില്ല. മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ വന്നതിന് ശേഷമാണ് യൂനസ് ഭരണകൂടം ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം
അന്വേഷണം പ്രഖ്യാപിക്കാനെങ്കിലും സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഭരണകൂടത്തിൽ നിന്നും ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ഹിന്ദു യുവാവിൻ്റെ കുടുംബത്തിനോ നീതി കിട്ടുമെന്ന പ്രതീക്ഷ ആരും വെച്ചു പുലർത്തുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലോകമെമ്പാടും, ഇന്ത്യയും നേപ്പാളും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.